ഇന്നൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആട്ടോ. ഇത് ഈസ്റ്റർ സ്പെഷ്യലാണ്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. അത് സാൽമൺ മീൻ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഈസ്റ്ററിന് ഞാൻ ഉണ്ടാക്കുന്നതാണിത്. ഈസ്റ്ററിന് ഞാൻ മീൻകറിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരോ കറികൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാൽമൺ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ തിരുമ്മി ആദ്യമേ തന്നെ വെച്ചു. അതിനുശേഷം ഞാൻ ചെയ്തത് കുറച്ച് കുടപ്പുളി എടുത്തിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി കളഞ്ഞിട്ട് അത് ഇങ്ങനെ കുറച്ചധികം വെള്ളത്തിൽ തിളപ്പിച്ച് കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചു. അപ്പോൾ ഈ മീൻകറിക്ക് വേണ്ടി ഞാൻ ഈ പുളിവെള്ളമാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ആ മീൻകറി ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് സാൽമൺ മീൻ നല്ല നെയ്യുള്ള മീനാണ്. അപ്പോൾ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല, ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട. അപ്പോൾ കടുക് ഇട്ടുകണം, പിന്നെ ഉലുവയും കൂടെ ഇട്ട് അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഞാൻ ഈ സാധാരണ ഈ കടുക് പൊട്ടുമ്പോൾ ഇങ്ങനെ അടച്ച് വയ്ക്കും. അപ്പോൾ ആ കടുക് പൊട്ടുന്ന പുറത്തേക്കൊന്നും തെറിച്ച് പോകാതിരിക്കാനാണ്. അപ്പോൾ ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി അതേ തുറക്കുക. ഇനി നമുക്ക് ഉള്ളികളെല്ലാം ഇടാം. ഇഞ്ചി, ഉള്ളി എല്ലാം ഇടാം. അപ്പോൾ അതേ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഇത് ഞാൻ കുറച്ച് ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ബൗളിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് മീൻകറിയിലോ മോരുകറിയിലോ ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റും കിട്ടും, നല്ലൊരു കൊഴുപ്പും കിട്ടും. ഞാനിങ്ങനെ കുറച്ചെടുത്ത് ഇടയ്ക്ക് വറുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു. ഞാനപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചെടുത്ത് ഞാൻ ഈ മീൻകറി അവസാനം ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഈ വറ്റൽ മുളകൊക്കെ ഒന്നും എടുത്ത് ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടോ, ഈ വറ്റൽ മുളകും കുറച്ച് കടുകും ഉള്ളിയൊക്കെ എടുത്ത് ഞാൻ ഒന്ന് മാറ്റി വെക്കുവാണ്, അവസാനം ഇട്ട് കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി ഒന്നാവട്ടെ. നമ്മുടെ ഉലുവ അതേ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ബൗളിലൊന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം, പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ്. 3 വലിയ ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മിക്സ് ആക്കാൻ പോവാണ്. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് പോണം. ഒത്തിരി ചൂടാവരുത്, ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് മൂത്ത് വരാനേ പാടുള്ളൂ. ഒത്തിരി മൂത്ത് പോയാൽ മീൻകറിയുടെ കളറ് നഷ്ടപ്പെടും. ഈ മുളകിൻ്റെ ആ റെഡ് കളറ് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി മൂപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് ഒരുവിധം മൂത്തു. ഇനി ഞാൻ പുളിവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇനി ഈ പുളിവെള്ളത്തിൽ ഇത് തിളച്ച് വരണം. ഞാൻ ഈ പാത്രത്തിലല്ല മീൻകറി ഉണ്ടാക്കുന്നത്. ഇത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അതിലാണ് ഞാൻ മീൻകറി വെച്ച് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുക്ക് ആൻഡ് സെർവ് ഒരു പാത്രമാണ്. എനിക്കിവിടെ ചട്ടിയൊന്നുമില്ല.
അപ്പോൾ ഇതേ നമ്മുടെ മീൻകറിയുടെ ആ അരപ്പ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഞാൻ ഇനി അത് തിളച്ച് കഴിയുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തിളയ്ക്കട്ടെ കുറച്ച് നേരം അവിടെ കിടന്ന്. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഉലുവ നന്നായിട്ട് ഇതേ പൊടിച്ചു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഉലുവ പൊടിച്ചത്. ഇനി ഇത് ഞാനൊരു ചെറിയ പാത്രത്തിലിട്ട് വയ്ക്കാൻ പോവാണ്. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇപ്പം ഞാൻ മീൻകറിക്ക് ഉള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ടു. ഇനി ഇത് തിളയ്ക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും. മീനൊക്കെ വേവാൻ അധികം സമയമൊന്നും വേണ്ട. ഇത് നന്നായിട്ടങ്ങ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ വെന്തിട്ടുണ്ടാവും. ഇത് ഞാൻ അടച്ചു വയ്ക്കുകയാണ് ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്കും ഇത് റെഡിയാവും. പിന്നെ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചു, കഷ്ണങ്ങളൊക്കെ വെന്തു. ഈ സമയത്താണ് ഞാൻ കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചത് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു പിഞ്ചിങ്ങനെ എടുത്തിട്ട് എല്ലായിടത്തേക്കടെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. ഒത്തിരി ഇടരുത്. ഒത്തിരി ഇട്ടാൽ മീൻകറിക്ക് കയ്പ്പ് വരും. ഇപ്പം ഞാനൊരു 2 പിഞ്ചാണ് ഇട്ടേക്കണേ. ഇനി അതവിടെ കിടന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറി ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാം സെറ്റപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് വറുത്തത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് കടുക് വറുത്ത് വെച്ചേക്കണേ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു രുചിയാട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുറന്ന് ഈ സ്പൂൺ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഈ അടപ്പ് ഇങ്ങനെ ഹാഫായിട്ട് അടച്ച് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് താഴോട്ട് ഇറങ്ങി സൂപ്പർ ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് കോതമംഗലംകാരുടെ മീൻകറി. ഈ മീൻകറിയിൽ നമ്മൾ സവാളയൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയാവുകയൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി 2 എണ്ണമാണ് ഉപയോഗിച്ചേക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായോ ഈ മീൻകറി? ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ഇട്ട് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു. ബൈ.